വാർത്തകൾ തുടരുകയാണ്. വൈസ് ചാൻസലർ നിയമനത്തിൽ നിർണായക നീക്കവുമായി ഗവർണർ. BC നിയമന നടപടികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ നീക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഉപഹർജി സമർപ്പിച്ചു. നിയമനത്തിനുള്ള പാനൽ മുഖ്യമന്ത്രിക്ക് കൈമാറാനാകില്ലെന്നും ഗവർണർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനം സംബന്ധിച്ച് നിലവിലെ ഉത്തരവ് പരിഷ്കരിക്കണമെന്നും ഗവർണർ. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, വിഷയത്തിൽ ഗവർണർ നിലപാട് കടുപ്പിക്കുകയാണ്. സർക്കാരിനെ ഒറ്റയ്ക്ക് പൂട്ടിക്കെട്ടുന്നുണ്ട് അദ്ദേഹം. കൂടുതൽ വിവരങ്ങൾ. രാഖി, സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട അത്തരം നടപടികളിൽ നിന്നും മുഖ്യമന്ത്രിയെ നീക്കണം, മുഖ്യമന്ത്രിക്ക് അതിൽ പങ്കുണ്ടാകരുത് എന്നുള്ളതാണ് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള ഉപഹർജിയിൽ, അല്ലെങ്കിൽ നേരത്തെ പുറപ്പെടുവിച്ചിട്ടുള്ള വിധിയിന്മേൽ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതായത് നിലവിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവിറക്കിയിട്ടുണ്ട്. അതിൽ സെർച്ച് പാനൽ രൂപീകരണത്തിന് റിട്ടയർഡ് ജഡ്ജ് സുധാൻഷു ധൂലിയയുടെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയെ രൂപീകരിച്ചു. ഗവർണർ നിർദ്ദേശിക്കുന്ന, അതായത് ചാൻസലറായിട്ടുള്ള ഗവർണർ നിർദ്ദേശിക്കുന്ന രണ്ടുപേരും ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന രണ്ടുപേരും ഒപ്പം UGC പ്രതിനിധിയും ഉൾപ്പെടുത്തിയായിരിക്കും സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുക. ശേഷം VC നിയമനത്തിനുള്ള പാനൽ തയ്യാറാക്കി അത് മുഖ്യമന്ത്രിക്ക് കൈമാറണം എന്ന് കോടതി ഉത്തരവിലുണ്ടായിരുന്നു. ഇതിനെ പൂർണ്ണമായും ചോദ്യം ചെയ്തുകൊണ്ടും എതിർത്തുകൊണ്ടുമാണ് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുള്ളത്. സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് പിന്നീട് പാനൽ തയ്യാറാക്കിയാൽ ആ പാനലിലുള്ളവരെല്ലാവരും തന്നെ വൈസ് ചാൻസലർ ആകാൻ യോഗ്യതയുള്ളവരായിരിക്കും. അത് പരിശോധിച്ച് VC ആരാകണമെന്ന് തീരുമാനിക്കാനുള്ള വിവേചന അധികാരം ചാൻസലർക്കാണ്. അത് ചാൻസലറിന് വിട്ടു നൽകണം. അത്തരത്തിൽ പാനൽ തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഗവർണർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. വൈസ് ചാൻസലർ നിയമനത്തിലെ രാഷ്ട്രീയ ഇടപെടലുകൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള നീക്കമാണ്, നിർണായക നീക്കമാണ് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ RV അർലേക്കറുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഒരു സമവായത്തിലൂടെ വൈസ് ചാൻസലർ നിയമനം സമവായത്തിലൂടെ നടക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. പിന്നീടാണ് റിട്ടയർഡ് ജഡ്ജ് സുധാൻഷു ധൂലിയെ സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചത്. അതിലും ഇപ്പോൾ ഗവർണർ നൽകിയിട്ടുള്ള അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയത് ആ സെർച്ച് കമ്മിറ്റിയിലും UGC പ്രതിനിധി നിർബന്ധമായിരിക്കണം. ഈ വൈസ് ചാൻസലർ ഇടപെടലുകളിൽ വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകരുത്. അത് രാഷ്ട്രീയ ഇടപെടലുകൾക്ക് കാരണമാകും. പാനൽ തയ്യാറായി കഴിഞ്ഞാൽ പിന്നീട് വൈസ് ചാൻസലർ നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്കാണ്. ആ അധികാരം പൂർണ്ണമായും വിട്ടു നൽകണം എന്നുള്ളതാണ് ഈ ഉപഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കോടതി ഇതിന്മേൽ എന്ത് നടപടികൾ, എന്ത് വാദം ഈ ഗവർണറുടെ അപേക്ഷയിന്മേൽ ഉണ്ടാകുമെന്ന് നോക്കിക്കാണേണ്ടതാണ്. നേരത്തെ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റിയിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയില്ല. അത് ഗവർണറും അംഗീകരിച്ചിട്ടുണ്ട്. ഒപ്പം സർക്കാർ മുൻപോട്ട് വെച്ചിട്ടുള്ള മറ്റു ഉപാധികളും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകരുത് എന്ന നിർണായകമായിട്ടുള്ള ആവശ്യമാണ് സുപ്രീം കോടതിക്ക് മുൻപാകെ ചാൻസലറായിട്ടുള്ള ഗവർണർ ഉന്നയിച്ചിട്ടുള്ളത്. രാഖി. ശരി ജിഷ്ണു, വൈസ് ചാൻസലർ നിയമനത്തിൽ നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് ഗവർണർ. VC നിയമന നടപടികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ നീക്കണം, ഈ ആവശ്യവുമായി സുപ്രീം കോടതിയിൽ ഉപഹർജി സമർപ്പിച്ചു ഗവർണർ. നിയമനത്തിനുള്ള പാനൽ മുഖ്യമന്ത്രിക്ക് കൈമാറാനാകില്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു കഴിഞ്ഞു. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനം സംബന്ധിച്ച് നിലവിലത്തെ ഉത്തരവ് പരിഷ്കരിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെടുന്നുണ്ട് ഹർജിയിൽ. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.